ഇപ്പോൾ ഞങ്ങൾ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം. കേരളത്തിലെ നമുക്ക് പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ജില്ലകളിലും എത്ര പ്രോജക്റ്റ് ഇപ്പോൾ ഓൺഗോയിങ് ഉണ്ട്? ഇപ്പോൾ 35 പ്രോജക്റ്റ് ഓൺഗോയിങ് ഉണ്ട്. പൂർത്തിയാക്കിയതോ 81 പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തു. 81. ഒന്നാമത്തെ കാര്യം ഈ കസ്റ്റമർ സെൻട്രിസിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. ഞങ്ങൾക്കൊരു 7000-ഓളം പേര് ഞങ്ങളുടെ ഇത് വീടുകൾ മേടിച്ചിട്ടുണ്ട്. 7000 ഫാമിലി എന്ന് പറഞ്ഞ ഒരു മിനിമം 25,000 പേര് രാത്രി ഉറങ്ങുന്നത് അസറ്റ് ഓഫീസിൻ്റെ വീടുകളിലാണ്. പിന്നെ വളരെ നല്ല കണക്ഷൻ ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി അതിൽ ഏറ്റവും രസകരമുള്ള കാര്യം ഞങ്ങൾക്ക് ഒരു കസ്റ്റമറായിട്ടും അസറ്റ് ഓഫീസിന് യാതൊരു ലിറ്റിഗേഷനും ഇല്ല. നോ കസ്റ്റമർ എവിടെ വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ പരിശോധിക്കാം. ഒരു പരാതിയില്ല, ഒരു കേസും ഇല്ല. ഒരു കേസും ഇല്ല. നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നു. ഒരു 81ഓളം അസോസിയേഷൻസ് ഉണ്ട്. ഒരു അസോസിയേഷനായിട്ട് ഞാൻ കേസില്ല. പലരുടെയും തട്ടിപ്പ് വിട്ടപ്പോൾ എനിക്കറിയാം, എല്ലാവർക്കും പരാതിയാണ്. ഒരു പരാതി ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ പരിശോധിക്കാം, കൺസ്യൂമർ കോർട്ടുകളിൽ പരിശോധിക്കാം, വെബ്സൈറ്റുകളിൽ ഇപ്പോൾ ഇതുണ്ട്. ആൾക്കാർ മൗത്ത് ഷോട്ട് എന്തൊക്കെ പറഞ്ഞാൽ സംഭവമില്ല. അതിനകത്തൊക്കെ ആൾക്കാർ കയറി പോസ്റ്റ് ചെയ്യാം, മോശമായിട്ടൊക്കെ എഴുതിയിടാം. എവിടെ വേണമെങ്കിൽ പരിശോധിക്കാം. കാരണം അവിടെയൊന്നും ഒരു പരാതി എത്താൻ ഞങ്ങൾ ചോദിക്കുക. ചില കംപ്ലയിൻ്റൊക്കെ ഉണ്ടാവും, കൺസ്ട്രക്ഷൻ്റെ ഡിഫക്റ്റുകളോ അല്ലെങ്കിൽ ചില പ്രശ്നം. ഈ പുറത്തുള്ള ആൾക്കാരും ബംഗാളികളൊക്കെ പണിയുമ്പോൾ ഒന്ന് കണ്ണടച്ച ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മൾ അതിന് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ.